ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6-ൻ്റെ ഇംഗ്ലീഷിൻ്റെ നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. യൂണിറ്റ് ഫസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസിൽ വരുന്നത് 3 ചാപ്റ്റേഴ്സാണ്. നെയിംസ് ആൻഡ് നെയിംസ്, ദ കളേഴ്സ് ഓഫ് എർത്ത്, ക്രോബോയ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓഫ് മെനി ഹ്യൂസ്. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണങ്ങൾ എന്നാണ് അല്ലേ? വളരെയധികം വർണ്ണങ്ങൾ എന്നുള്ളൊരു മീനിങ് ആണ് ആ ഹെഡിങ്ങിനത് വരുന്നത്. പിന്നെ അതിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചറിൽ തന്നെ നിങ്ങൾക്കറിയാം വ്യത്യസ്തങ്ങളായ പല പിക്ചേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണത്. അത് ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും എന്താണ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആണെങ്കിൽ കൂടി എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ? അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് സെൻറ്ററിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മായ ഏഞ്ചലോൻ്റെ ഒരു ഫ്രേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. എന്താണ്? എവിടെയൊക്കെയാണോ വ്യത്യസ്തതകൾ ഉള്ളത് അവിടെ എന്താണ് സൗന്ദര്യവും അതിന് സ്ട്രെങ്ത്തും ഉണ്ട് എന്നാണ് മായ ആഞ്ചലോ പറയുന്നത്. അതായത് ഈ വ്യത്യസ്തതകൾ ഉള്ളതുകൂടി നമുക്ക് ഒരു ഭംഗിയാണ്. നമ്മളുടെ ഇന്ത്യനെയൊക്കെ എടുത്തു നോക്കൂ അല്ലേ? പല നിറത്തിലുള്ള ആളുകൾ, പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, പല രീതിയിലുള്ള കൾച്ചേഴ്സുള്ള ആൾക്കാർ, ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോഴാണ് അതൊരു നല്ലൊരു സൊസൈറ്റി ആയിട്ട് മാറുന്നത്. അപ്പം നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ തീം പോലെ തന്നെ ഒരു പിക്ചറാണ് ദ ഡോർ വേ എന്നുള്ളത് കാണുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ക്ലാസ് റൂമിൽ തന്നെ കുട്ടികൾ പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സാണ്. പക്ഷേ അവരുടെ മുഖത്തൊക്കെ നോക്കൂ, അവർ ഒരേ സ്വഭാവമുള്ളവരാണോ? അല്ല. ഒരേ രീതിയിലുള്ള വർണ്ണം, അതായത് നിറമുള്ളവരാണോ? അല്ല. ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കുമോ? അല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണെങ്കിൽ കൂടി അവരിലുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് അവരുടെ മുഖങ്ങളിൽ നമുക്ക് തെളിഞ്ഞ് കാണാം അല്ലേ? അപ്പോൾ ആ പിക്ചറായിട്ട് റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ ചെയ്യുന്നത്? അവർ ഡിസ്കസ് ചെയ്യുകയാണ്. ആ പാഠം അല്ലെങ്കിൽ ആ ഗ്ലോബുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഒക്കെ ചെയ്യുകയാണ്. ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കുട്ടികൾ ഒരു സെയിം കൺട്രി എന്നുള്ള കുട്ടികളാണെന്ന്? അല്ല അല്ലേ? അവരുടെ നേച്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എന്തായാലും സെയിം കൺട്രിയിലുള്ള കുട്ടികൾ അല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് നെയിംസ് ആൻഡ് നെയിംസ്. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? അതായത് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ആ ജീവിതത്തിൻ്റെ താളം തന്നെ മാറും അല്ലേ? അപ്പം എന്ത് ഡിഫറൻസ് ആയിരിക്കും നമ്മൾ വേറൊരു പുതിയ പ്ലേസിലേക്ക് പോകുമ്പോൾ നമുക്ക് തോന്നുക? So here is a story of a girl who moved to a new country. The place was very different from where she used to live before. അതായത് ഒരു പെൺകുട്ടി എന്താണ് അവളുടെ നാടൊക്കെ വിട്ട് വേറൊരു നാട്ടിലേക്ക് പോവുകയാണ്. സോ അവൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഡിഫറൻസ് ഒക്കെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു നല്ല സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയിംസ് ആൻഡ് നെയിംസ്, അതിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? നെയിംസ് ആൻഡ് നെയിംസ്, പേരുകളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ്. അപ്പം നമുക്ക് നോക്കാം. കുഞ്ഞു ചിരുത stood at the gate, gazing at the street. She loved to look at passing vehicles and pedestrians. It was the end of winter. The air was warming up, but there was still the occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. എന്താണ് ആ ഗേൾഡിൻ്റെ പേര്? കുഞ്ഞിച്ചുരുത എവിടെയാണ്? ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആ പേജിൽ പറയുന്ന പോലെ, ആ പിക്ചറിൽ പറയുന്ന പോലെ തന്നെ കുഞ്ഞിച്ചുരുത എവിടെയാണ് നിൽക്കുന്നത്? ഗേറ്റിൻ്റെ അടുത്താണ് നിൽക്കുകയാണ്. എന്നിട്ട് ആ സ്ട്രീറ്റിലേക്ക്, ആ തെരുവിലേക്ക് നോക്കുന്നു.
അവൾക്ക് എന്തിഷ്ടമാണ്? ഷീ ലൗഡ് ടു ലുക്ക് അറ്റ് ദ പാസിങ് വെഹിക്കിൾസ് ആൻഡ് പെഡസ്ട്രിയൻസ്. അതായത് അതിലെ വഴി യാത്രക്കാർ പോകുന്നതും വണ്ടികൾ പോകുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിച്ചിരുതയ്ക്ക് വളരെ ഇഷ്ടമാണ്. ഇറ്റ് വാസ് എൻഡ് ഓഫ് വിൻ്റർ. ഏകദേശം വിൻ്റർ അവസാനിക്കുന്ന സമയമായിരിക്കുകയാണ്. ദ എയർ വാസ് വാമിങ് അപ്പ്. വായുവൊക്കെ ഒന്ന് ചൂടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദർ വാസ് സ്റ്റിൽ ദ ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷെ അപ്പോഴും എന്തുണ്ട്? ഒരു സാധാരണ രീതിയിലുള്ള ഒരു തണുത്ത കാറ്റൊക്കെ അവിടെയുണ്ട്. ഇറ്റ് ഹാസ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂജേഴ്സി. എന്തായിരുന്നു? ഇത്രയും കാലം അവിടെ ഒരു കോൾഡ് വിൻ്റർ ആയിരുന്നു ന്യൂജേഴ്സിയിൽ. ഇറ്റ് വാസ് ഓൺലി 5. ഏകദേശം 5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ നൈറ്റ് ഹാഡ് ഫാളൻ. പക്ഷെ അപ്പത്തേനും ഇരുട്ടൊക്കെ വീണു തുടങ്ങി. ദ വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞിച്ചിരുതേനെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ പെട്ടെന്ന് നൈറ്റ് ആവാം, ചില സമയങ്ങളിൽ പെട്ടെന്ന് രാവിലെ ആവാം. ഈ കാര്യങ്ങളൊക്കെ അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവങ്ങളായിരുന്നു. സോ വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദ സൺസെറ്റ് ഓൺലി അറ്റ് 8:30. അവൾ വന്ന സമയത്ത് ജൂലൈ മാസത്തിലൊക്കെയാണ് വന്നത്. ആ സമയത്ത് എന്താണ് അമേരിക്കയിലുള്ള ന്യൂജേഴ്സിയിൽ എന്തായിരുന്നു സ്ഥിതി? അവിടെ നൈറ്റ് ആവണമെങ്കിൽ ഏകദേശം 8:30 ഒക്കെ ആവണമായിരുന്നു. സൺസെറ്റ് ആവണമെങ്കിൽ 8:30 ഒക്കെ ആവണമായിരുന്നു. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. ആ പകൽ സമയം ഏകദേശം 15 മണിക്കൂറോളം നീളമുള്ള പകൽ സമയമായിരുന്നു. നൗ ദ സൺസെറ്റ് എ ലിറ്റിൽ ബിഫോർ 5. ഇപ്പോൾ എങ്ങനെയാണ്? 5 മണിയാകുമ്പോഴത്തേനും നേരം ഇരുണ്ട് തുടങ്ങുകയാണ്. ആൻഡ് ദ ഡേ ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. ഇപ്പോൾ പകൽ സമയം ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ കിട്ടി അത്രയേ ഉള്ളൂ. സോ കുഞ്ഞിച്ചിരുത, നമുക്ക് മലയാളം അറിയാത്തവർ ആ പേര് വായിക്കുന്നത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് കേട്ടോ അത് വായിക്കുന്നത്. സോ കുഞ്ഞിച്ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്, ഷോക്കായി. ദാറ്റ് വാസ് കേറ്റ്, ഹെർ ക്ലാസ്മേറ്റ്. ആരായിരുന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ടിരുന്നത്? കേറ്റ്. ഷീ ലീവ്ഡ് ജസ്റ്റ് അക്രോസ് ദ സ്ട്രീറ്റ്. കേറ്റ് എന്താണ് ആ സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓ നോട്ട് അഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർ സെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞിച്ചിരുതേൻ്റെ പേരെന്താണ്? കറക്റ്റായിട്ടൊന്നുമല്ല, കുഞ്ഞിച്ചിരുത. അങ്ങനെ ഇംഗ്ലീഷൊക്കെ ഒരു സ്ലാങ് ഒക്കെ വരുന്ന രീതിയിലാണ് കേറ്റ് വിളിക്കുന്നത്. അത് കുഞ്ഞിച്ചിരുതയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാണ് ഇവൾ എൻ്റെ പേരൊന്ന് മര്യാദയ്ക്ക് പറയാൻ പഠിക്കുക എന്നുള്ള ദേഷ്യത്തിലാണ് കുഞ്ഞിച്ചിരുത. ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. ഇപ്പോൾ അവൾ ഏകദേശം 6 മാസമായി ആ പുതിയ സ്കൂളിൽ വന്നിട്ട്. ബാക്ക് ഇൻ കേരള ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് എ പ്ലേ സ്കൂൾ. കേരളത്തിലായിരുന്ന സമയത്ത് അവളുടെ പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് റൈംസ് മാത്രമായിരുന്നു അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് ആൻ അമേസിങ് സ്പീഡ്. പക്ഷേ അവിടേക്ക് അമേരിക്കയിലേക്ക് വന്ന സമയത്ത് അവൾ വളരെ സ്പീഡിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവൾ വന്ന സമയത്ത് അവളുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ അവൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അവളെ നന്നായിട്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂളിൽ ഒരിക്കലും അവൾക്കൊരു അപരിചിതയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. മിസ് ഹോപ്പിങ്സ് ഹു ടോട്ട് മാത്തമാറ്റിക്സ് വെൻഡ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. അതായത് മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹോപ്കിൻസ് എന്ന് പറയുന്ന സാറ് അവളെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു സ്പെഷ്യൽ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. വെൻഡ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. സോ ദ ഓൺലി തിങ് that upset her was the way her classmates pronounced her name. ആകെ അവളെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവളുടെ കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ അവളുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്താണ്, അവർക്ക് മലയാളമൊന്നും അങ്ങനെ വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പേര് നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ അവർക്ക് അറിയില്ലായിരുന്നു. അതായിരുന്നു അവൾക്ക് ഏറ്റവും സങ്കടം. ഈവൻ മിസ് ഹോപ്പിങ്സ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. ഷീ ഡിഡ് ട്രൈ ദോ. സോ ഹോപ്പിങ്സ്, അതായത് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറും ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. എന്തിന്? അവളുടെ പേരൊന്ന് നല്ല രീതിയിൽ പറയാൻ. പക്ഷെ എന്നിട്ട് പോലും ആ ടീച്ചർക്ക് പോലും അത് സംഭവിച്ചില്ല. എന്താണ് നല്ലോണം രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ് ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റർ.
ഏകദേശം ആ ചിരുത എന്നുള്ള ലാസ്റ്റ് പാർട്ടൊക്കെ ഏകദേശം പറയായിരുന്നു. പക്ഷേ എന്നാലും ആ ഫ്രണ്ടിലുള്ള ആ കുഞ്ഞി ചിരുത എന്ന് പറയുന്നതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടീച്ചർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വേവ്ഡ് ബാക്ക്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻഡ്. കേറ്റ് എന്തിനു വേണ്ടിയിട്ട് പോവായിരുന്നു? അവളുടെ ആൻറ്റീൻ്റെ ഒപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവായിരുന്നു. There were 24 students in grade 1. കുഞ്ഞിച്ചിരുത പഠിക്കുന്നത് ഗ്രേഡ് 1-ലാണ്. അവിടെ 24 കുട്ടികളുണ്ട്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നില്ല നോൺ അമേരിക്കൻ സ്റ്റുഡൻസ് ആയിട്ട് അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്നത്. ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലീസ്. അതായത് അവളുടെ ക്ലാസ്സിലുള്ള ഏകദേശം പകുതിയിലോളം കുട്ടികൾ അമേരിക്കയിൽ നിന്ന് പുറത്ത്, അമേരിക്ക അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളായിരുന്നു. സോ there were students from Canada, Mexico, Italy, UAE, Egypt and China. ഇവിടെ നിന്നുള്ളൊക്കെ നിന്നുള്ള കുട്ടികളും കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. ബട്ട് കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. പക്ഷേ ഇന്ത്യൻ ആയിട്ട് കുഞ്ഞിച്ചിരുത മാത്രമായിരുന്നു അവരുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. സോ കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്. കുഞ്ഞിച്ചിരുത എന്താണ്, സ്ട്രീറ്റിൽ പല ഇന്ത്യൻസിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്. പക്ഷേ പ്രകാശ് എന്ന് പറഞ്ഞ പേഴ്സണെ കണ്ടുമുട്ടിയത് അവൾക്ക് വളരെയധികം സർപ്രൈസ് ആയിരുന്നു. പ്രകാശ് റാൺ എ കൺഫെക്ഷണറി നിയർ ഹെർ സ്കൂൾ. പ്രകാശ് എന്താണ് നടത്തുന്നത്? ഒരു കൺഫെക്ഷണറി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മിഠായി കട നടത്തുന്ന ആളായിരുന്നു ആര്? പ്രകാശ്. സോ കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹർ അങ്കിൾ ഹരീഷ്. കുഞ്ഞിച്ചിരുതയ്ക്ക് പ്രകാശിനെ കണ്ടപ്പോൾ നമുക്ക് ആ പിക്ചറിൽ കാണാം, അവളുടെ അങ്കിൾ ഹരീഷിനെ പോലെ തന്നെയാണ് തോന്നിയത്. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. പ്രകാശിന് കുറച്ച് വയസ്സ് കൂടുതൽ തോന്നിക്കെങ്കിലും അവൾക്ക് അവളുടെ അങ്കിളായ ഹരീഷിനെ പോലെ തന്നെയാണ് പ്രകാശ് എന്ന് പറഞ്ഞ പേഴ്സണെ കണ്ടപ്പോൾ തോന്നിയത്. അറ്റ്മോസ്റ്റ് ആസ് ഓൾ ആസ് മുത്തശ്ശൻ. അവളുടെ മുത്തശ്ശൻ്റെ അത്രയും പ്രായമുള്ള ആളായിരുന്നു പ്രകാശ്. സോ he had gazed curiously at her the first time she bought some candy from the store. ആദ്യമായിട്ട് കടയിൽ നിന്ന് കുറച്ച് ക്യാൻഡി മേടിക്കുന്ന സമയത്ത് പ്രകാശ് എന്ന് പറഞ്ഞ പേഴ്സൺ അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾ ഹിം മിസ്റ്റർ പ്രകാശ്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. അവളുടെ കൂട്ടുകാരെല്ലാവരും പുള്ളിക്കാരനെ വിളിക്കുന്നത് മിസ്റ്റർ പ്രകാശ് എന്നാണ്. പക്ഷേ ആ ഒരു വിളി കുഞ്ഞിച്ചിരുതയ്ക്ക് ഇഷ്ടമായില്ല. നമ്മൾ ഇന്ത്യൻസ് മലയാളീസ് ഒന്നും അങ്ങനെ മിസ്റ്റർ പ്രകാശ് എന്നൊന്നും വയസ്സായവരെ വിളിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ കുഞ്ഞിച്ചിരുത ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾ ഹിം പ്രകാശ് അങ്കിൾ. എങ്ങനെയാണ് വിളിക്കുന്നത്? പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കാനാണ് ചിരുതയ്ക്ക് ഇഷ്ടം. ദ നെക്സ്റ്റ് ടൈം ഷീ വെന്റ് ടു ദ സ്റ്റോർ പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. അടുത്ത തവണ കടയിലേക്ക് പോയ സമയത്ത് പ്രകാശങ്ങൾ അവളുടെ തലയിൽ ഇങ്ങനെ ഒരു വാത്സല്യത്തോടെ ഒന്ന് തലോടി. സോ വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? അപ്പം എന്നിട്ട് ചോദിച്ചു, എന്താണ് നിന്നെ ആൾക്കാർ വിളിക്കാറ്, അതായത് നിൻ്റെ പേരെന്താണെന്നുള്ളത് ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയിൽ ചോദിച്ചു. അപ്പം കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ വാസ് ദ first person outside her family to pronounce her name perfectly in New Jersey. She nodded her head and beamed at him. അതായത് പ്രകാശ് അങ്കിൾ ആ പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഷോക്കായി. ഒരു മലയാളി നെയിമാണ്, വെറൈറ്റി നെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതയോ എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, അതേപോലെ ഒരു അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അപ്പം കുഞ്ഞിച്ചിരുതയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. എന്താ, അവളുടെ കുടുംബക്കാരല്ലാണ്ട് ആദ്യമായിട്ട് ന്യൂജേഴ്സിയിൽ അവളുടെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് പ്രകാശ് അങ്കിളാണ്. സോ പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടേർഡ് അറ്റ് ഓൾ. ഇപ്പോഴും ഈ കുട്ടികൾക്കൊക്കെ കുഞ്ഞിച്ചിരുത എന്ന് പറഞ്ഞ പേരൊക്കെ ഉണ്ടോ എന്ന് പ്രകാശ് അങ്കിൾ ചോദിക്കുകയാണ്. പ്രകാശ് അങ്കിളിന് ഭയങ്കര അത്ഭുതം. So Prakash was not the first person to wonder about Kunjichida's name. She had faced the question several times after she became old enough to talk about it. അതായത് ഈ പേരിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ ഈ പേരിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്നും ആദ്യമായിട്ടല്ല കുഞ്ഞിച്ചിരുത കേൾക്കുന്നത്. കുഞ്ഞിച്ചിരുത വലുതായി വരുന്നതിനനുസരിച്ച് പലരുടെ അടുത്തുനിന്നും ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഷീ നോ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അതുകൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റായിട്ട് അറിയാം അവളുടെ പേരെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹു ബിക്കെയിം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18.
ഷീ ഹാഡ് ഓൺലി സീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അതായത് അവൾക്ക് പേര് കിട്ടിയത് എങ്ങനെയാണ്? അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്നാണ്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഒരു ടീച്ചറായിരുന്നു, അതായത് മുത്തശ്ശിയുടെ അമ്മ കേട്ടോ. അപ്പം മുത്തശ്ശിയുടെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എത്രാമത്തെ വയസ്സിൽ തന്നെ? 18ാമത്തെ വയസ്സിൽ തന്നെ. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. അതായത് കുഞ്ഞിച്ചിരുതയ്ക്ക് പേര് കിട്ടിയത് കുഞ്ഞിച്ചിരുതേൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ അതേ പേരാണ് കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിച്ചിരുത അമ്മയിൽ നിന്ന് അറിയാൻ പറ്റി എന്താണ്, അവരുടെ ടൗണിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വില്ലേജിലാണ് പ്രകാശ് അങ്കിൾ താമസിക്കുന്നത് എന്നൊക്കെ കുഞ്ഞിച്ചിരുത അറിഞ്ഞു. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ച്വറി എഗോ. കുറച്ച് നാൾ മുന്നേ ആണ് അമേരിക്കയിലേക്ക് പ്രകാശ് അങ്കിൾ വന്നത്. സോ എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദ സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ആൻറ്റോണീറ്റെ ടുക്ക് അഡ്മിഷൻ ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പുതിയ പെൺകുട്ടി കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ എന്താണ് അഡ്മിഷൻ എടുത്തു. കുട്ടീൻ്റെ പേര് ആൻറ്റോണീറ്റെ. അങ്ങനെയല്ല കേട്ടോ കറക്റ്റായിട്ട് വായിക്കുക. എങ്ങനെയാണ് വായിക്കുക, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ചാപ്റ്റർ അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. സോ ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മാസിലസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു. ഹർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. ആ കുട്ടീൻ്റെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഷീ വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. സോ ദ ഫാമിലി ഹാഡ് റീലൊക്കേറ്റഡ്. അതായത് അമ്മയ്ക്ക് പ്രൊജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫാമിലി മൊത്തം ന്യൂ ജേഴ്സിയിലേക്ക് വന്നത്. സോ ആൻറ്റോണീറ്റെ ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കേം ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും പെട്ടെന്ന് ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ആൻറ്റോണീറ്റേസ് നെയിം ടു. അവർക്ക് എന്താണ് ഈ കുഞ്ഞിച്ചിരുതേൻ്റെ പേര് പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയതുപോലെ തന്നെ ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ ഈ ആൻറ്റോണീറ്റേൻ്റെ പേര് പറയാനും വളരെയധികം ഡിഫിക്കൽട്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം പ്രൊനൗൺസ്ഡ് ഇറ്റ് ആസ് ആൻറ്റോണേറ്റ്. കുറേ പേരൊക്കെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? ആൻറ്റോണേറ്റ്. ബട്ട് കുഞ്ഞിച്ചിരുത ലേൺഡ് ഫ്രം ആൻറ്റോണേറ്റ് ദാറ്റ് ദ നെയിം ഔട്ട് ടു ബി പ്രൊനൗൺസ്ഡ് ഓങ്ട്വാനെറ്റ്. അതായത് ആ കുട്ടിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലായി കുഞ്ഞിച്ചിരുത എങ്ങനെയാണ് കറക്റ്റ് ആ പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ. Antoinette. So Kunjichirida tried to say it that way. She found to her surprise that she got it right after few trials. ആകെ 2-3 തവണ പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിച്ചിരുത അത് പഠിച്ചു. കറക്റ്റായിട്ട് ആങ്ക്ട്വാനൈറ്റ് എന്നാണ് പിന്നീട് ആ കൂട്ടുകാരീനെ കുഞ്ഞിച്ചിരുത വിളിച്ചത്. ഷി വാസ് ഈക്വലി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ആങ്ക്ട്വാനൈറ്റ് pronouncing her name very well, especially the na. So Antoinette visited Kunjichirida at her home. A few days later, Kunjichirida found to her amusement that Amma could not say Antoinette's name right. So she had to become her mother's language teacher for a moment. അതായത് അവൾക്ക് വളരെ സർപ്രൈസ് ആയിരുന്നു. എന്താണ് ആങ്ക്ട്വാനേറ്റും വേഗം തന്നെ കുഞ്ഞിച്ചിരുതേൻ്റെ പേര് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. പക്ഷെ വേറെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഫ്രണ്ടിൻ്റെ പേര് പറയാനായിട്ട്. ഒരു ദിവസം ആങ്ക്ട്വാനേറ്റ് കുഞ്ഞിച്ചിരുതേൻ്റെ വീട്ടിലെത്തിയ സമയത്ത് അമ്മയ്ക്ക് പോലും ആ കുട്ടീൻ്റെ പേരെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് അമ്മയുടെ ലാംഗ്വേജ് ടീച്ചർ ആകേണ്ട വന്നു. ആർക്ക്? കുഞ്ഞിച്ചിരുതയ്ക്ക്. അതായത് ആ ഫ്രണ്ടിൻ്റെ പേര് അമ്മേനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിച്ചിരുത ശ്രമിച്ചു. അപ്പം അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന സ്റ്റോറി. സ്റ്റോറി കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പേരുകളിലെ ഡിഫറൻസ് ഉണ്ടാവാം, കളേഴ്സിൽ ഡിഫറൻസ് ഉണ്ടാവാം, എന്താണ് നമ്മുടെ കൾച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷേ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നർ മീനിങ് ആയിട്ട് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്